അങ്ങനെ രാവിലെ ആരൻ പോയി. പിന്നെ ഞാൻ ആ കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു. നമ്മളുടെ കൃഷികളൊക്കെ ഒന്ന് നോക്കി. പിന്നെ 2 പ്ലാവയിൽ ഒരു 2 ആഴ്ചയായി കേട്ടോ. 2 പ്ലാവയിലും ഇപ്രാവശ്യം ചക്ക കായ്ച്ചു. ചക്ക കായ്ച്ചു എന്ന് പറഞ്ഞാൽ വലുതായതല്ല, ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരെണ്ണം പോലും 2 പ്ലാവയിലും ഉണ്ടായില്ല. ഉണ്ടായതെല്ലാം അങ്ങ് ചെറിയതായപ്പോഴേ വറങ്ങ് പോലെ ചീഞ്ഞു പോകുമായിരുന്നു. ഒരെണ്ണം പോലും ഉണ്ടായില്ലായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും 2 പ്ലാവയിലും ഉണ്ട് കേട്ടോ. താഴെ പിന്നെ ഇന്ന് ചെയ്യാനുള്ളത് ടിപ്സ്. ആരും കണ്ടാലും കണ്ടില്ലേലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല റീച്ചായി നല്ല കയറി വന്ന നമ്മളുടെ ചാനൽ 1 മാസം വീഡിയോ ഇടാതിരുന്നപ്പോഴല്ലേ ഇങ്ങനെ ആയി. സാരമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുഴപ്പമല്ലേ. സ്ഥിരം എല്ലാ ദിവസവും വീഡിയോ ഇട്ടാലല്ലേ ആൾക്കാർ കാണത്തുള്ളൂ. എൻ്റെ മുഖത്തൊക്കെ നോക്കിയേ, ഞാൻ രാവിലെ എണ്ണയും തേച്ച് നിൽക്കുക. നോക്കിയേ, പാടും അങ്ങനെയുള്ള ഒന്നും എല്ലാം ദേ ഈ സൈഡിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ദേ ഇവിടെയും നല്ലതായിട്ട് ഉണ്ടായിരുന്നത് അതെല്ലാം കണ്ടോ മാറിയൊരു ശക്കലൊരു കണ്ടോ ഒരു നിഴല് പോലല്ലേ അവിടെ ഉള്ളൂ. നേരിട്ട് നോക്കുമ്പോൾ ഒട്ടുമില്ല. ഇപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോഴങ്ങനെയെങ്കിലും തോന്നുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ പ്രായത്തിൽ, എൻ്റെ പ്രായം അറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, അപ്പം ഈ പ്രായത്തിൽ ഇതുപോലെ നമുക്ക് പാടും ഒന്നും കുരുവൊന്നും ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണം. പിന്നെ മുടി ഉണ്ട്, എൻ്റെ മുടി ദേ നല്ലതായിട്ട് ദേ കറുത്തിരിക്കുന്നു. നരയുണ്ടോ എന്ന് നോക്കി കണ്ടോ, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നര ഫുള്ളും പോയിരിക്കുക. അപ്പോൾ ഇന്ന് ആ ബ്രൗൺ ആയിട്ടിരിക്കുന്നത് കറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് ഞാൻ രാവിലെ ചെയ്യാൻ പോകുന്നത്. നോക്ക്, അടുപ്പിച്ചാണ് കാണിക്കുന്നത്. നോക്കി, എന്തെങ്കിലും ഉണ്ടോ? നരയില്ലല്ലോ. ബ്രൗൺ കളറിലായിരിക്കുക, ഡാർക്ക് ബ്രൗൺ ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് ലൈറ്റ് ബ്രൗണ്, സെക്കൻഡ് ഡേ ചെയ്തത് അതെടുത്ത് കാണണം. കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലിട്ട വീഡിയോസ് കാണണം. അപ്പം പിന്നെ ഈ ഹെയറിൻ്റെ ഡൈയുടെയും ഫേസിൻ്റെ വീഡിയോസാണ്. അപ്പോൾ അത് കാണണം, നല്ലതാണ്. നിങ്ങൾക്ക് വലിയ പൈസ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളല്ലേ കാണിക്കുന്നത്. അപ്പോൾ അത് കാണണം, നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. പിന്നെ വേറെ എന്നാ പറയുന്നത്, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം നല്ല ഡാർക്ക് ബ്രൗൺ ആയിരിക്കുന്നില്ല, ഞാൻ അതൊന്ന് ബ്ലാക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യാൻ പോവാം. പിന്നെ മുഖത്തിൻ്റെ സിമ്പിളായിട്ടൊരു ടിപ്പ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, ജോലികളൊക്കെ തീർത്തു. ഇനി ജോലിയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കോഴി കൂവി വിളിക്കുമ്പോൾ ഓടിപ്പോയി മുട്ട എടുക്കണം, അല്ലെങ്കിൽ കുത്തി കുടിച്ചെങ്കിലോ. അപ്പം നമുക്കത് കാണാം. പിന്നെ മുടിയെല്ലാം കണ്ടോ ബ്രൗൺ കളറിൽ കണ്ടോ, നല്ല ബ്രൗണായിട്ടിരിക്കുന്ന കണ്ടോ. ഒറ്റ നരയില്ലാതെ മുടിയെല്ലാം ബ്രൗൺ ആയിട്ടിരിക്കുക. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ 2 എണ്ണം 115 രൂപ, 112 രൂപ. ഒരെണ്ണം എടുത്തു. അപ്പോൾ നമുക്ക് മുടിയുടെ പിന്നെ മുഖത്തിൻ്റെ ആ ക്ലിപ്പ് ചെയ്യാം കേട്ടോ. ആദ്യമേ മുടി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ, എൻ്റെ മുടി ഉള്ളു വെക്കുന്നില്ല, നീളം വെക്കുന്നില്ലെന്ന് ആരാ പറയുന്നത് കേട്ടോ. പുറയിലും ഉണ്ട് കേട്ടോ മുടി, പുറയിലില്ലായികയൊന്നുമല്ല. അപ്പം മുടി ഉള്ളു വെക്കുന്നുണ്ട്, നീളം വെക്കുന്നുണ്ട്, താരം പോയി, മുടി ഒഴിച്ചിൽ പോയി, ഡാമേജ് പോയി, എല്ലാം പോയി. അപ്പം എല്ലാ ദിവസവും ഞാൻ ഈ കാണിക്കുന്ന ടിപ്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ വേണ്ട, ആദ്യമേ മുടിയിൽ എന്തെങ്കിലും തേക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഇതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ച് ചീകുക. പിന്നെ അതുപോലെ ചെറുതായിട്ട് എണ്ണ തൂത്ത് കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈ ആയി മുടി പൊട്ടിപ്പോകാതിരിക്കാൻ കേട്ടോ. മുഖവും ഞാൻ എണ്ണ തേച്ചുകൊണ്ട് നടന്നതല്ലേ, അതെല്ലാം കഴുകി സോപ്പിട്ട് ഡവ് ആണ് ഉപയോഗിക്കുന്നത്. ഡവ് സോപ്പിട്ട് ഞാൻ മുഖം തേച്ച് കഴുകി. തല ഇനി ആഴ്ചയിൽ ഒന്നേ കഴിവുള്ളൂ എന്ന് തീരുമാനിച്ചായിരുന്നു. സോപ്പ് ഉപയോഗിക്കുകയില്ല, പൗഡർ ഉപയോഗിക്കുകയില്ല എന്നൊക്കെ തീരുമാനിച്ചായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓയിലി സ്കിന്നായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എണ്ണ ഫോം ചെയ്യുവേ, അപ്പോൾ കുരു വരുവല്ലോ. അതുകൊണ്ട് ഞാൻ കുളിക്കുമ്പോൾ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകും. പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പോയി ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകും. പിന്നെ അല്ലാത്ത സമയത്ത് പിന്നെ കുളിക്കുന്ന സമയത്ത് മുഖം എണ്ണയാണെങ്കിൽ നമ്മൾ പിന്നെ വല്ലതൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിക്കത്തില്ല. അല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ
ഒന്ന് സോപ്പിട്ടൊക്കെ വൃത്തിക്ക് കഴുകും. ഇതിപ്പം എന്നിട്ട് എണ്ണ തേച്ചുകൊണ്ട് നടക്കുകയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതാ ഒന്ന് ആ എണ്ണ ഡവ് സോപ്പിട്ട് കഴുകിക്കളയും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം. എന്തെങ്കിലും തേക്കുന്നതിന് മുമ്പ് എണ്ണയൊക്കെ കഴുകി ചെളിയൊക്കെ കഴുകി കളയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെഡി ആയിരിക്കും. അപ്പം നമ്മളുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ആദ്യമേ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഈ ഇരുമ്പ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലത്തെ ഇരുമ്പ് പാത്രം ഇല്ലാത്തവർക്ക് ദോശക്കല്ല് കാണുമല്ലോ, അപ്പം ദോശക്കല്ല് മതി. ഇനി ഇരുമ്പ് പാത്രം ഇല്ലെന്ന് വെച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ മഞ്ഞൾ നമ്മളൊന്ന് ചൂടാക്കുക. പച്ചമഞ്ഞളിൻ്റെ പൊടി അങ്ങാടിക്കടയിൽ നിന്ന് നമ്മൾ മുഖത്ത് തേക്കാൻ മേടിക്കുകയില്ല. അതിതാ ഒന്ന് ചൂടാക്കി നല്ല ബ്രൗൺ ആക്കി എടുക്കുക, കാപ്പിപ്പൊടിയുടെ കളറാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ മഞ്ഞൾ നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തത് കേട്ടോ. ഇതുപോലെ ബ്രൗൺ കളറാകണം. അത് കഴിഞ്ഞ് നമ്മളുടെ ബ്രൂ പൊടി ദാ 1.5 ടീസ്പൂൺ ഇട്ടേക്കാം. ഒന്നായാലും മതി. കാപ്പിപ്പൊടി ഭയങ്കര ബ്രൈറ്റ്നെസ് തരുന്നതല്ലേ, അത് കാരണം ഞാൻ അരയും കൂടെ അങ്ങ് ഇട്ടു. ഇനിയാണ് നമ്മളുടെ ടാൻ മാറുന്ന സംഗതി അടുത്തത്. നമ്മുടെ തേൻ ഇത് കുഴയാൻ മാത്രം 1 ടീസ്പൂണുണ്ട്. ഇത് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നല്ല കട്ട തൈര്, പുളിച്ച തൈര്. ഈ മുഖത്ത് തേക്കാൻ ആവശ്യമായ കൺസിസ്റ്റൻസിയിൽ ഇത് മതിയല്ലോ. അപ്പോൾ ഇതാ കരിമംഗല്യം, കരിവാളിപ്പ്, പിഗ്മെൻറ്റേഷൻ ആൻഡ് ടാൻ. അപ്പോൾ ഈ മിക്സ് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഇത് തേച്ചിട്ട് കരിവാളിപ്പ് പോയില്ല, ഇത് തേച്ചിട്ട് കരിവാളിപ്പ് പോയില്ല, കരിമംഗല്യം പോയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കരുത്. എളുപ്പം ഇതുണ്ടാക്കി തേച്ചു. ആരും ഇത് കാണിച്ചിട്ടില്ലാത്തതും കേട്ടോ, ഞാൻ ഇന്നലെ കണ്ടതാണ്. മാറ്റം കണ്ടോ? കഴുത്തേൽ തുടച്ചില്ല ഞാൻ. കോഴികൾ ഓരോരുത്തരും ഓരോ പ്രാവശ്യമാണ് മുട്ടയിടുന്നത്. എന്നിട്ട് നമ്മൾ അയ്യോ ഞാൻ മുഖം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താ കോഴി വിളിച്ചു ഓടിച്ചെന്നില്ലേ കൊത്തി കുടിക്കുവേ. അത് കാരണം ഞാൻ പെട്ടത് മുഖം മാത്രം കഴുകിയിട്ട് ഓടി. കണ്ടോ, തുടച്ചില്ല. അപ്പോൾ അങ്ങോട്ട് ഓടിയിട്ട് വന്നപ്പോഴത്തേക്കിനും ശകലം ഉണങ്ങി. അയ്യോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? അതേ അടുത്ത് കാണിക്കുക. കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കണ്ടോ എല്ലാം കണ്ടോ മാറിയില്ലേ? ആ കഴുത്തേലേ ഇരിക്കട്ടെ, കുളിക്കുമ്പോൾ തലയിലും കൂടെ ഇട്ടിട്ട് കുളിക്കുമ്പോഴത്തേക്കിനും കളയാം. അപ്പോൾ ഇത് അടിപൊളി സൂപ്പറാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, യൂട്യൂബിൽ കേട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല സൂപ്പറായി, നല്ല സുഖമുണ്ട്. കുറച്ചുകൂടെ നേരം ഇച്ചിരി കൂടെ ഇത് കിട്ടിയാനേ തോന്നേ. എനിക്ക് അരമണിക്കൂർ തികച്ചൊന്നും ഇരിക്കാൻ പറ്റിയില്ല. കോഴി തരുതര ഇങ്ങനെ വിളിക്കുന്ന കാരണം ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ മത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടൊരു പയ്യൻ വന്നു. അങ്ങനെ പയ്യനെ പിന്നെ ഇതും കാണിച്ചോണ്ട് എല്ലാം പറ്റും, അതും ഇല്ല. പിന്നെ അവിടെ അടുക്കള വാതിക്കെ വെച്ചോണ്ടും കേട്ടോ. എൻ്റെ പൊന്നോ എന്തെല്ലാം പരിപാടിയാണ്.
അപ്പോൾ നമുക്ക് എളുപ്പം മുടിയുടെയും കൂടെ ചെയ്യാം കേട്ടോ. എല്ലാ ദിവസവും മുടിയിലും മുഖത്തും തെച്ചോണം കേട്ടോ. കേട്ടോ, നല്ല വെളുത്ത് പാറി നല്ല ഗ്ലോ ആയി കവിളും ഇതൊക്കെ ഇരിക്കുന്നുണ്ടോ കണ്ടോ. അപ്പോൾ പെട്ടെന്ന് മുടിയുടെയും കൂടെ ചെയ്യാം. മുടിയുടെ നാളെ കാണിക്കാൻ എന്നാണെന്നറിയാമോ, ഒരു തടസ്സം നേരിട്ടു. കറണ്ടില്ല. എനിക്ക് മിക്സിയിലൊന്ന് അരയ്ക്കേണ്ട ഒരു ഐറ്റമേ ഉള്ളൂ. അത് വെച്ചായിരുന്നു. അപ്പോൾ അത് അരച്ചിട്ട് വേണമായിരുന്നു വേറൊരു 2 ഇൻഗ്രീഡിയൻ്റ് അതിനകത്ത് മിക്സ് ചെയ്യാൻ. പക്ഷേ എനിക്ക് കറണ്ടില്ലാത്ത കാരണം അത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചേട്ടൻ്റെ മകളുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ ബാംഗ്ലൂർ മരിച്ചു പോയെന്നും പറഞ്ഞു. ഇപ്പം എൻ്റെ ഹസ്ബൻഡിനെ ചേട്ടൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ തിരുവല്ലായി വെച്ച് ശവമടക്കം 11 മണിക്ക്. പെട്ടെന്ന് ഏതാണ്ട് ഒരാഴ്ച എങ്ങാണ്ടായുള്ളൂ. പിന്നെ ഒരു അറ്റാക്കും പിന്നെ ഏതാണ്ട് ലിവറിന് പ്രശ്നം. 43 വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരനാണ്. ഇപ്പം അതുകൂടെയൊക്കെ കേട്ടപ്പം പിന്നെ ഒരു മടുപ്പ്. പിന്നെ എടുത്ത വീഡിയോ അങ്ങ് ഇട്ടേക്കാമെന്ന് കരുതി. ഒന്നാതെ വീഡിയോ ഇടാഞ്ഞിട്ട് പ്രശ്നമല്ലേ. അപ്പോൾ പിന്നെ ഇതങ്ങ് വൈൻഡപ്പ് ആക്കുവാണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇത് നല്ല ടിപ്പാണ് മുഖത്തിൻ്റെ ഇപ്പോൾ കാണിച്ചത്. അതെന്നും ചെയ്തോ കേട്ടോ. എല്ലാവരുടെയും കരിമങ്കല്യവും ടാനും പോവേ കണ്ടോ. നല്ല ഗ്ലോയും വന്ന് നല്ല ഈ തേനെന്ന് പറയുന്ന സാധനവും മഞ്ഞളും പിന്നെ കാപ്പിപ്പൊടിയും കരിമങ്കല്യത്തിനും ടാനിനും നല്ല സൂപ്പർ സാധനമല്ലേ. അപ്പോൾ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ അവഗണിക്കാതെ ചെയ്യുക കേട്ടോ. മുഖത്തിന് നല്ലതാണ്. മുടിയുടെ പിന്നെ ഇനി നാളെ അതായത് ഇന്നല്ലേലും തേച്ച് വെക്കാൻ തേച്ച് കാണിക്കാൻ പറ്റത്തില്ല. എന്നാന്ന് പറഞ്ഞു തരാമായിരുന്നു, പക്ഷേ തേക്കാൻ പറ്റത്തില്ല. ഇന്ന് മിക്സ് ചെയ്തിട്ട് നാളെ അത് തേക്കാൻ പറ്റുള്ളൂ. ഒരു പുതിയ വെറൈറ്റി പിന്നെ ഡൈ മിക്സാണ്. അത് ഇതുവരെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരിടത്തും ആരും നമ്മളുടെ കൂട്ടുകാരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഒരു 4 വർഷം മുമ്പ് ഒരു പുള്ളിക്കാരത്തി ചെയ്തതിൻ്റെ വീഡിയോ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഈ മുഖത്തിൻ്റെ കാണിച്ചതും ഇന്നലെ ഞാൻ അങ്ങനെ വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പോൾ മില്യൺ കണക്കിന് ഒരു ഡോക്ടർ മില്യൺ കണക്കിന് പിന്നെ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബർ, ഒരു ഡോക്ടറായിട്ട് ആയുർവേദ ഡോക്ടർ. അപ്പോൾ അത് ഞാൻ ഇന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നാളെ അത് നമുക്ക് തലയിൽ തേക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും കറണ്ട് വരുമ്പോൾ അരച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെക്കും. നാളെ തേക്കും. നാളെ പോയിട്ട് വന്നിട്ട് തേക്കും. രാവിലെ പോകണമല്ലോ, ഒരു 9 മണിക്കെങ്കിലും പോകണ്ടേ. ആരൻ പോയി കഴിയും 11 1 മണിക്കൂർ തിരുവല്ല വരെ ചില യാത്രയുണ്ടല്ലോ. 9 പോയാൽ മതിയായിരിക്കും. ഞാനിപ്പോൾ അപ്പുറത്ത് വിളിച്ച് ചോദിച്ചു ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കൂടെ പോകാല്ലേ. പിന്നെ ടാക്സി പിടിച്ച് പോകേണ്ടി വരും. ഒറ്റയ്ക്കൊക്കെ എനിക്ക് മടിയാണ്, പോകാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നോ, ചേട്ടൻ്റെ മോളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ. അപ്പം എല്ലാവരും വീഡിയോ കാണണം. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നാളെ ഉച്ചകഴിഞ്ഞ് ദൈവം സഹായിച്ച അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.